പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധം ശക്തം. സർവീസ് സംഘടനകളെ ഉപയോഗിച്ച് പ്രതിഷേധം ശക്തമാക്കാൻ സർക്കാർ. കെപിസിസിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാജ്ഭവന് മുന്നിൽ പ്രതിഷേധം. സംസ്ഥാനത്ത് പ്രചാരണ ചൂട് ഉയരുന്നു. വേദികളിൽ സിഎഎ വിഷയം സജീവമാക്കി നേതാക്കൾ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വിലയിരുത്താൻ കെപിസിസി നേതൃയോഗം തിരുവനന്തപുരത്ത്. മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ മരിച്ച മൊയ്തീൻ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. മരണകാരണം ഹൃദയാഘാതം. മൃതദേഹത്തിൽ മർദ്ദനമേറ്റ പാടുകളോ മുറിവുകളോ കണ്ടെത്താനായില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിനെതിരായ കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. സംസ്ഥാനത്തിന് അടിയന്തര രക്ഷാ പാക്കേജ് വേണമെന്ന് കോടതി. രക്ഷാ പാക്കേജിൽ എത്ര തുക വരെ അനുവദിക്കണമെന്ന് കേന്ദ്രം കോടതി അറിയിക്കും. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ പ്രത്യേക അന്വേഷണ സമിതി. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ 10 അംഗ സംഘത്തെ നിയോഗിച്ചു. മുഖ്യപ്രതിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. കേന്ദ്രത്തിന്റെ ഭാരത് റൈസിന് ബദലായി കെ റൈസ് എത്തി. കേരള സർക്കാരിന്റെ കെ റൈസ് വിൽപ്പന ഇന്ന് മുതൽ. ജയ അരി കിലോയ്ക്ക് 29 രൂപയ്ക്കും കുറുവയും മട്ടയും 30 രൂപയ്ക്കും ലഭ്യമാക്കും. ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. ISLൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. എതിരാളികൾ മോഹൻ ബഗാൻ. മത്സരം വൈകിട്ട് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ.